ഡോക്ടർ കെ.എൻ. പണിക്കർ സാറിൻ്റെ നിര്യാണം നമുക്ക് മതനിരപേക്ഷ പുരോഗമന മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്കെല്ലാം വളരെ വലിയൊരു ആഘാതമാണ്. കേരളത്തിൽ പിറന്ന് വ്യത്യസ്ത കലാലയങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ചരിത്ര ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഏറ്റവും ഉന്നത ശീർഷനായിട്ട് വളർന്ന വ്യക്തിത്വമാണ് ഡോക്ടർ കെ.എൻ. പണിക്കരുടേത് എന്ന് നമുക്കെല്ലാം അറിയാം. റമില ഥാപ്പർ, ഡോക്ടർ ഇർഫാൻ ഹബീബ് തുടങ്ങിയ ഇന്ത്യയിലെ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ചരിത്രകാരന്മാരുടെ നിരയിലാണ് ഡോക്ടർ കെ.എൻ. പണിക്കരെയും പണ്ഡിത ലോകം വിലയിരുത്തി പോന്നിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അതിപ്രശസ്തരായ ചരിത്രകാരരുടെ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ പണിക്കർ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കാലടി ശ്രീ ശങ്കര സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേൽക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രശാസ്ത്രത്തിലെ ഇടപെടലുകൾ ഇതെല്ലാം പരക്കെ അറിയപ്പെടുന്നതാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറ്റ അടുപ്പമുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. 2006-2011 വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കിയ നിയമം വഴി കേരളത്തിൽ നിലവിൽ വരികയുണ്ടായി. അതിൻ്റെ ഉപാധ്യക്ഷനായി LDF ഗവൺമെന്റിന്റെ കാലഘട്ടം മുഴുവൻ പ്രവർത്തിച്ചത് ഡോക്ടർ കെ.എൻ. പണിക്കരായിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ആധുനീകരിക്കുന്നതിലും നവീകരിക്കുന്നതിലും ഡോക്ടർ കെ.എൻ. പണിക്കർ സാറിൻ്റെ ആ നിലയിലുള്ള സംഭാവന ഗൗരവത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കാണുന്നവരെല്ലാം തിരിച്ചറിഞ്ഞതാണ്. ഇതിനു പുറമെ അദ്ദേഹം ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റായി. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറായിരിക്കുമ്പോൾ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജനസാംസ്കൃതി എന്ന സാംസ്കാരിക സംഘടനയുടെ അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. സ്വരലയ എന്ന സംഗീതത്തിലും സുകുമാരകലകളിലും ഒക്കെ താല്പര്യമെടുത്തിരുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുകയുണ്ടായി. ഫാസിസ്റ്റ് സ്വഭാവമുള്ള വർഗീയത ഇന്ത്യയിൽ ഒരു വൻ ഭീഷണിയായി ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിനെതിരായി തൻ്റെ കഴിവുകൾ മുഴുവൻ എഴുത്തിലും പ്രഭാഷണത്തിലും ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി. തിരുവനന്തപുരത്ത് വെച്ച് സെക്കുലർ കൾച്ചർ എന്ന ശീർഷകത്തിൽ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കാൻ അദ്ദേഹം തന്നെ മുന്നിട്ട് ഇറങ്ങുകയുണ്ടായി. 90 വയസ്സ് തികയാനിരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മൾ വേർപെട്ടു പോകുന്നത്. സാമാന്യം പൂർണ്ണമായൊരു ജീവിതം അദ്ദേഹം നയിച്ചു എന്ന് പറയാവുന്നതാണ്. എങ്കിൽ പോലും ഇന്നത്തെ ഇന്ത്യയിൽ അദ്ദേഹത്തെ പോലുള്ള ധിഷണകളുടെ സാന്നിധ്യം എത്രമാത്രം പ്രധാനമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോടുമൊപ്പം ഈ മഹാനായ ചരിത്രകാരൻ്റെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും രംഗത്തെ മതേതര പുരോഗമന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനായ മനുഷ്യസ്നേഹിയുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ്.